വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം നിയമസഭയിലും ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായി. ടി സിദ്ദിഖ് എംഎൽഎയാണ് അടിയന്തര പ്രമേയമായി വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. അജീഷിന്റെ മരണത്തിന് ഉത്തരവാദി വനംവകുപ്പും സർക്കാരുമാണെന്ന് ടി സിദ്ദിഖ് എംഎൽഎ പറഞ്ഞു. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പകരം ഒറ്റക്കെട്ടായി വിഷയം കൈകാര്യം ചെയ്യുകയാണ് വേണ്ടതെന്ന് OR കേളു എംഎൽഎ പറഞ്ഞു. ഗൗരവത്തോടെയുള്ള ഇടപെടലാണ് വിഷയത്തിൽ വനംവകുപ്പ് നടത്തുന്നതെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. വയനാട്ടിലെ അതിരൂക്ഷമായ വന്യമൃഗശല്യം സംബന്ധിച്ച് നിയമസഭയിലും ശക്തമായ വാക്പോരാണ് നടന്നത്. ടി സിദ്ദിഖ് MLA അടിയന്തര പ്രമേയമായാണ് വിഷയം സഭയിലെത്തിച്ചത്. കാട്ടാന കൊലപ്പെടുത്തിയ അജീഷിന്റെ മരണത്തിന് ഉത്തരവാദി വനംവകുപ്പും സർക്കാരുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ ഗവൺമെന്റ് ആണ് സാർ ശ്രീ അജിയുടെ മരണത്തിന്റെ ഒന്നാമത്തെ പ്രതി. അങ്ങയുടെ വകുപ്പും അങ്ങുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല സാർ. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ജനാധിപത്യ കേരളക്കരയിലെ വനത്തോട് ചേർന്നുള്ളതായ മേഖലയിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവൻ പൊലിയുന്ന ഈ പ്രശ്നം ഗൗരവതരമായി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു സാർ. വയനാട്ടിലെ സ്ഥിതി അതീവ സങ്കീർണമാണെങ്കിലും ഒറ്റക്കെട്ടായാണ് വിഷയത്തെ നേരിടേണ്ടതെന്ന് OR കേളു MLA സഭയിൽ പറഞ്ഞു. പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഇനി ആവശ്യമെന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഈ സഭ മുമ്പാകെ ബോധിപ്പിക്കാനുള്ളത്. വനം വകുപ്പ് പരമാവധി ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ മറുപടി നൽകി. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം സഭയുടെ മുമ്പാകെ പറയുകയും ചെയ്തിരുന്നു എന്ന് ബാക്കി അംഗങ്ങളെങ്കിലും ഓർത്താൽ നന്നായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.